ഇനി നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, കണ്ണൂരിലെ വിവരങ്ങൾ എങ്ങനെയാണ്? നടപടികളൊക്കെ എന്താണ്? എവിടെ വരെ എത്തിയിട്ടുണ്ട്? പ്രിയ, അല്പസമയത്തിനകം തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും. 7 മണിക്കാണ് സ്ട്രോങ് റൂമുകൾ തുറക്കുക എന്ന് അറിയിച്ചിട്ടുള്ളത്. 7:30യോടുകൂടി ഈ പോസ്റ്റൽ ബാലറ്റുകൾ ടേബിളുകളിലേക്ക് എത്തിച്ച് സോർട്ടിംഗ് ആരംഭിക്കും. 8 മണിക്ക് തന്നെ പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണാൻ തുടങ്ങും. 8:30ഓടുകൂടിയായിരിക്കും EVMകൾ എണ്ണി തുടങ്ങുന്നത്. ഏതായാലും ഈ വോട്ടെണ്ണലിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടെ 14 വീതം ടേബിളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. വളരെ ആവേശകരമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു ലോക്സഭാ മണ്ഡല തിരഞ്ഞെടുപ്പായിരുന്നു കണ്ണൂരിലേത്. കണ്ണൂരിൽ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഫലത്തിലും ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്താനുള്ള സാധ്യതയാണ് പൊതുവെ പ്രവചിക്കപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇരു മുന്നണികളെയും തിരഞ്ഞെടുപ്പുകളിൽ മാറി മാറി പിന്തുണച്ചിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ തീർത്തും പ്രവചനാതീതമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് കണ്ണൂരിലുള്ളത്. അതേസമയം തന്നെ എക്സിറ്റ് പോളുകളിലും അഭിപ്രായ സർവേകളിലുമെല്ലാം തന്നെ LDFന് ഇടതുപക്ഷത്തിന് ഒരു മുൻതൂക്കം പ്രവചിച്ചിട്ടുണ്ട്. അതോടൊപ്പം DF വിലയിരുത്തുന്ന കാര്യങ്ങൾ, ഒന്ന്, കെ സുധാകരനെതിരായ ശക്തമായിട്ടുള്ള വികാരം, MP എന്നുള്ള രീതിയിൽ കണ്ണൂരിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വികാരം മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് മതേതര വോട്ടുകൾ ഇത്തവണ LDF സ്ഥാനാർത്ഥി MV ജയരാജന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ കണ്ണൂരിൽ UDFന് സ്വാധീനമുള്ള ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു. മാത്രമല്ല അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് സാധിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം തന്നെ അനുകൂലമാകും എന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. UDF ആകട്ടെ കണ്ണൂരിൻ്റെ ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം, അത് UDFനൊപ്പം കൂടുതൽ കാലം നിന്ന മണ്ഡലമാണ് എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസമുണ്ട്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ് UDFും ഉള്ളത്. ഏതായാലും ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് കണ്ണൂരിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഏതായാലും ഇനി സ്ട്രോങ് റൂമുകൾ തുറക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. സ്ട്രോങ് റൂം തുറക്കാൻ ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂരിൽ. 7:30യോടുകൂടി തന്നെ ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും അതോടൊപ്പം തന്നെ വീടുകളിൽ രേഖപ്പെടുത്തിയ ബാലറ്റുകളുമാണ് എണ്ണിത്തുടങ്ങുന്നത്. ഇത് എണ്ണി പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ EVMൽ 8:30യോടുകൂടി വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സംസ്ഥാനം ഒട്ടുക്ക് കേരളം ഒന്നടങ്കം വീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ എന്നുള്ള പ്രത്യേകതയുണ്ട്. കണ്ണൂരിൽ LDF ഏറ്റവും വിജയസാധ്യതകൾ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കണ്ണൂർ. ഈ ഒരു കണ്ണൂരിലെ ഒരു മത്സരം ഏറ്റവും പ്രത്യേകത നിറഞ്ഞതാകുന്നത്, ഒന്ന്, KPCC പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കണ്ണൂരിൽ ആരെ UDF സ്ഥാനാർത്ഥിയാകും എന്നുള്ളതിന് വലിയ ആശയക്കുഴപ്പത്തിനെല്ലാം ശേഷമാണ് കെ സുധാകരൻ മത്സര രംഗത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ തന്നെ കണ്ണൂരിലെ ഒരു തിരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി മാറിയിരുന്നു. പിന്നീട് ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അഭിപ്രായ സർവേകളിലും എക്സിറ്റ് പോളുകളിലുമെല്ലാം തന്നെ LDFനൊരു മുൻതൂക്കം കണ്ണൂരിൽ പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നുകിൽ LDFന് വിജയസാധ്യതയോ അല്ലെങ്കിൽ LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമോ നടക്കുന്ന മണ്ഡലം എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളുകളിൽ കണ്ണൂരിൽ ഏറ്റവും പ്രധാനമായും ഒരു ശ്രദ്ധേയമായ മണ്ഡലമാക്കി മാറ്റിയിട്ടുള്ളത്. ഏതായാലും ഇരു ക്യാമ്പുകളും, UDF ക്യാമ്പും LDF ക്യാമ്പും വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളെല്ലാം തന്നെ ഈ പ്രതീക്ഷയ്ക്കുള്ള കാരണങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് LDF UDF ക്യാമ്പുകൾ പോകുന്നത്. ഏതായാലും LDF ക്യാമ്പിന് ഇത്തവണ വലിയ ഒരു ആത്മവിശ്വാസം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് താഴെ അടിത്തട്ടിൽ നിന്നും ഈ പാർട്ടി ശേഖരിച്ച കണക്കുകൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള അടിയൊഴുക്കുകളിൽ നിന്നും ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ്. പ്രത്യേകിച്ചും UDFനെ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന രീതിയിൽ കണ്ണൂർ ജില്ലയുടെ UDFൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഇരിക്കൂറിലും പേരാവൂരും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രചരണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവിടെ പോളിംഗ് ശതമാനം കുറവായിരുന്നു എന്ന കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ സുധാകരനെതിരായ ഒരു വികാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു അടിയൊഴുക്കുണ്ടായോ എന്ന് UDF ക്യാമ്പ് സംശയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മുസ്ലിം ലീഗ് വോട്ട് ബാങ്കിൽ നിന്നും ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്ക UDFൻ്റെ ചില നേതാക്കൾ എങ്കിലും പങ്കുവെക്കുന്നുണ്ട്. കാരണം ഇത്തവണ പ്രചരണത്തിൽ മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ UDFൻ്റെ പ്രചരണത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിന്നത്